ഇനി സക്കരിയ സ്വലാഹി ജിന്നിറക്കിയ കഥയും കൂടി കേൾപ്പിച്ചിട്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരത്തിലേക്ക് വരാവുന്നതാണ്. നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അത് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? ഷാർജയിലേക്കല്ല, എവിടത്തേക്കാണോ ഒരാൾ പോയി റഹ്മാനടുത്തേക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസൻ്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ളൊരു ഈ മാനസിക ചികിത്സിക്കുന്ന ആളാണ്. അയാളുടെ അടുത്ത് പോയപ്പോൾ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടെ നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സൂറത്ത് മറിയമിന്നി കെഫിന് CD എടുത്തിട്ട് ഇതുങ്ങൾ LLB ഡോക്ടർ എന്ത് ചെയ്തു? LLB ഡോക്ടർ നിർദ്ദേശിച്ചു നിങ്ങൾ സൂറത്ത് മറിയമും സൂറത്ത് യാസീനൊക്കെ CD ഉണ്ട്, ആ CD നിങ്ങൾ കേട്ടാൽ മതി. ജയിലേ അവിടെ നിൽക്കാത്തപ്പോഴാണ് സ്പെഷ്യലൈസ്ഡിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. കേട്ടോളിന്ന് പറഞ്ഞു. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സൂറത്ത് മറിയമിന്നി കെഫിന് CD എടുത്തിട്ട് ഇതുങ്ങൾ കേട്ടോളിന്ന് പറഞ്ഞു. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സൂറത്ത് മറിയമിന്നി കെഫിന് CD എടുത്തിട്ട് ഇതുങ്ങൾ കേട്ടോളിന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്നിട്ട് ഒന്ന് പുറത്തേക്ക് ചാടുക. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്നിട്ട് ഒന്ന് പുറത്തേക്ക് ചാടുക. ജിന്നബാധയെന്ന് മനസ്സിലാക്കണം എങ്ങനെയായിട്ടില്ലേ? ജിന്നബാധയെന്ന് മനസ്സിലാക്കണം എങ്ങനെ? ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിച്ചപ്പോ അതിന് കേട്ടാൽ ഇവനും പിന്നെ ഈ എയർ പിന്നെ പ്ലെയർമാർ എന്ത് ചെയ്യാണ് അപ്പുറത്തേക്ക് ഇട്ടും നിച്ചാണ് ചാടുക. എന്നിട്ടോ അങ്ങനെയാണ് ജിന്നബാധ മനസ്സിലാക്കുക. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്നിട്ട് ഒന്ന് പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ അളകിയ ഖുർആന്റെ ശത്രുവാണ് ആര്? ശൈത്താന്. അപ്പൊ ശൈത്താനാണെന്നാ തോന്നുന്നത്. ഇവിടെ മനസ്സിലായിക്കോളി നിങ്ങള്. നേരത്തെ ബാലുശ്ശേരിക്കാരൻ നിർദ്ദേശിച്ചത് ഏതാ? ആ സൂറത്തുൽ മറിയമിന്റെയും അതേപോലെ തന്നെ സൂറത്ത് യാസീന്റെയും CD. നേരത്തെ നമ്മളെ തിരുവനന്തപുരത്തുള്ള ഗഫാർ മൗലവി കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? മൂപ്പര് കുറെ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ചങ്കില് മുള്ളു കുടുങ്ങിയാല് അപ്പൊ എന്ത് ചെയ്യണം? ഖുർആനായത്ത് ഓതിയിട്ട് ഒരു പഴം വിഴുങ്ങണം. അതേപോലെ തന്നെ അമുസ്ലിം സ്ത്രീയുമായിട്ട് പ്രേമത്തിലായാൽ ആ കല്യാണം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ കുറെ റുഖിയ ശറഈ മൂപ്പര് പഠിപ്പിച്ചു കൊടുത്തു. ബാലുശ്ശേരിക്കാരൻ പഠിപ്പിച്ചെടുത്ത റുഖിയ ഏതാ? അത് സൂറത്ത് യാസീന്റെയും അതേപോലെ തന്നെ സൂറത്ത് മറിയമിന്റെയും CD കേട്ടാ മതി. ഇനിയോ നമ്മളെ സക്കരിയ ഡോക്ടർ പഠിപ്പിച്ചു കൊടുക്കണ ഏതാ? അത് കേട്ടോളി. ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. നമ്മളവിടെ അതിനെന്തില്ല? ചികിത്സ അല്ല. പിന്നെ ചികിത്സ എവിടെയുള്ളത്? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. അപ്പൊ ഇവിടെ അല്ലാത്ത സാധനമാണ് മൂപ്പര് എന്ത് ചെയ്യണത്? അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഈയ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം. നിങ്ങളുടെ റുഖിയ ശറഈയൊക്കെ ഇപ്പൊ എവിടെയാക്കണത്? കാസറ്റിലാക്കാണ്. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അരിയും പഞ്ചസാരൊക്കെ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് പാക്കറ്റിലാക്കി കിട്ടുന്നത് പോലെ സക്കരിയ സലാഹിന്റെ അടുത്ത് പോയാൽ റുഖിയ ശറഈയ കീസിലാക്കിയല്ല CD-യിലാക്കിയിട്ട് എന്ത് ചെയ്യും? കിട്ടും. വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോൾ കൊണ്ടുവന്നാണ്. ഈ റുഖിയ ശറഈയ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം. നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോൾ കൊണ്ടുവന്നാണ്. ഈ റുഖിയ ശറഈയ നമ്മളൊക്കെ ഗൾഫ് പോകുമ്പോ എന്താ കൊണ്ടുവരല്? നമ്മളൊക്കെ ഗൾഫ് പോയാൽ കൊണ്ടുവരല് എന്താ? നമ്മക്ക് ആവശ്യമുള്ളതാ കൊണ്ടുവരാം. നമ്മക്കും നമ്മളെ കുട്ടികൾക്കൊക്കെ ആവശ്യമല്ലേ? അതെ, വല്ല നിഡോന്റെ ബേക്കോ അല്ലെങ്കിൽ വല്ല ടൈഡോ ഏരിയലോ അല്ലെങ്കിൽ വല്ല പെർഫ്യൂംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ചല്ലേ ഓരോരുത്തർ കൊണ്ടുവരിക. അതിന് മൂപ്പരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. മൂപ്പരെ ഗൾഫിൽ നിന്ന് പോന്നപ്പോ കൊണ്ടുവന്നത് എന്താ? അവനാന്റെ പണിയെടുക്കുന്ന പണി ആയുധങ്ങളല്ലേ.
അത് ലാഭത്തെ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? പലയിടത്തുനിന്നും കൊണ്ടുവരും. മനസ്സിലായില്ലേ? അപ്പൊ മൂപ്പര് പണിയെടുക്കുന്ന സംഗതിയാണ് മൂപ്പര് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോൾ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒതോടുകൂടി. അപ്പൊ ഞാൻ കേട്ടോ. അപ്പൊ റുഖിയ ശരയ്ക്ക് വരുമ്പോ എങ്ങനെ വരണം? ഒതോടുകൂടി വരണം. ഉസ്മാൻ ബിൻ അബിൽ ആസ് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചോ, അല്ല ഉസ്മാനെ ഇപ്പൊ അസർ നിസ്കരിച്ചിട്ടാണോ അല്ല ഏതെങ്കിലും നിസ്കരിച്ചിട്ടാണോ ഒതു എടുത്തിട്ടാണോ വരുന്നതെന്ന് ചോദിച്ചോ? ഇല്ല. ടേപ്രിക്കാട്ടിൽ സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒതോടുകൂടി. അപ്പൊ ഞാൻ ടേപ്രിക്കാട്ടിൽ സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒതോടുകൂടി. അപ്പൊ ഞാൻ ടേപ്രിക്കാട്ടിൽ സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറുന്ന ആൾക്ക് ഞാൻ കണ്ടോ എങ്ങനെയുണ്ട്? 25 കൊല്ലത്തെ തൗഹീദിന്റെ പാരമ്പര്യമുള്ള ഡോക്ടറാ. പിശാച് മേത്ത് കൂടുമെന്ന് ഇങ്ങനെ പേടിച്ചിട്ട് ആയത്തിൽ കുറിച്ച് ഓതി ഇങ്ങനെ ഇരിക്കുകയാണ്. ആരാണോ പഠിപ്പിച്ചത് നിങ്ങളെ? പിശാച് മേത്ത് കൂടുമെന്ന് ഭയപ്പെട്ടിട്ട് ആയത്തിൽ കുറിച്ച് ഓതണമെന്ന് ആരാ പഠിപ്പിച്ചത്? അത് ഇസ്ലാം ദീനിന്റെ തത്വമല്ല. ഞങ്ങളൊക്കെ പഠിച്ചത് എന്താ അറിയോ? ഒരു മനുഷ്യൻ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അവന്റെ പിശാചിന്റെ ഉപദ്രവം നീങ്ങിക്കിട്ടും, അത് ഏൽക്കുകയില്ല. അതിങ്ങനെ പേടിച്ച് നിൽക്കണ്ട. കള്ളന്മാർക്ക് കാവൽ നിൽക്കുന്നത് പോലെ, രാജ്യത്തിന് കാവൽ നിൽക്കുന്നത് പോലെ, പറമ്പിൽ കാവൽ നിൽക്കുന്നത് പോലെ വരുമോ എന്ന് പേടിച്ച് നിൽക്കണ്ട. നിങ്ങൾ ജിന്നിനെ ഭൗതികാക്കിയതാ പ്രശ്നം. ഞങ്ങൾക്ക് അഭൗതികമായ ജിന്നിനെ അഭൗതികമായി സുരക്ഷ നേടാൻ അഭൗതികമായി പടച്ച തമ്പുരാൻ ഇറക്കി തന്ന ആയത്തും പ്രാർത്ഥനയും ഹദീസുകളും ദിക്റുകളും ദുആകളും ഉണ്ട്. എന്നിട്ട് പറയാ ഞാനിങ്ങനെ ആയത്തിനെ കുറിച്ച് ഓതിയാണ് ഇങ്ങനെ നിൽക്കുകയാണ്, വല്ല ജിന്നും എന്റെ മേത്ത് കൂടണ്ടെന്ന് കരുതിയിട്ടേന്ന്. മനസ്സിലാക്കണം നിങ്ങൾ. ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറുന്ന ആൾക്ക് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറുന്ന ആൾക്ക് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറുന്ന ആൾക്ക്. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ജിന്നബാധയുടെ അടയാളം ഉണ്ടോ? അപ്പൊ ജിന്നാണ് എന്ന് ഉറപ്പിക്കാനുള്ള അടയാളാണ് ഏത്? അങ്ങനെ ശബ്ദിട്ടാൽ അതെന്താ? അത് ജിന്നബാധയാണ്. ഭയങ്കര ഒച്ച. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഭയങ്കര ഒച്ച. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയുള്ളൂ. ഡോക്ടർ എന്നെ പേടിച്ചു. പിന്നെ ഞാൻ രോഗിന്റെ കഥ പറയണോ? ഡോക്ടർ എന്നെ പേടിച്ചു, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ അതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി. മൂപ്പരെന്താ പറഞ്ഞത്? അതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ടോ ഒരു കാര്യം, ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ അതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ അതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ അതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ അതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി. ഒന്നും നിൽക്കുന്നില്ല. അതിലിപ്പം ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ടിങ്ങനെ മറ്റൊരടയാളാട്ടോ, ജിന്നു കൂടിയാന്നില്ലേ മറ്റൊരടയാളാണ്. എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കുന്ന ഉണർന്ന മാതിരി, എന്താടാ നീ കാണിച്ചേ? അല്ല അതാ ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ, നൂറിന്ന് എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നാറെന്നോ നൂറെന്നൊക്കെ ഖുർആനിലെ ആ പദം വരുമ്പോഴാണ് എന്തുണ്ടാവുക? അപ്പോഴാണ് ഇത് അളകുക. ആയത്തിൽ കുർസിയിൽ അങ്ങനെ ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? ആയത്തിൽ കുർസി ഓതിയാൽ അവൻ എന്തുണ്ടാവൂല? പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവൂല. സൂറത്തുൽ ഇഖ്ലാസിലുണ്ടോ നാറെന്നോ നൂറെന്നോ? ഇല്ല. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ എന്തുണ്ടാവൂല? പിശാചിന്റെ ബാധ ഉണ്ടാവൂല, പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവൂല. സൂറത്തുൽ ഇഖ്ലാസിലോ അല്ല സൂറത്തുൽ ഫലത്തിലോ സൂറത്തുൽ നാസിലോ അതിലൊക്കെ നൂറുണ്ടോ? ഇല്ല. ഇവിടെ സക്കരിയ മൗലവി എന്താ പറഞ്ഞത്? സക്കരിയ മൗലവി ചികിത്സ നടത്തിയ രോഗിക്ക് ഖുർആനിൽ നൂറെന്നോ കേട്ടപ്പോഴാണ്
ആകെപ്പാടെ ഒരു ഇളകിയത്. പിന്നെ മൂപ്പർക്ക് എന്തുണ്ടായി എന്നറിഞ്ഞു. അപ്പൊ ഇത് ചെയ്യണന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കകത്താം. അപ്പൊ ഇത് ചെയ്യണന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കകത്താം. അപ്പൊ ഇത് ചെയ്യണന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കകത്താം. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSFന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വാതിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളിപ്പോൾ എന്താ അവിടെ റുക്കിയ നടത്തി വെച്ചു? ഞാൻ റുക്കിയ നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വന്ന് ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനിയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാൽ അങ്ങനെ ഇളകൂല്ലോ. അപ്പൊ ഖുർആൻ കേട്ടാൽ ഇളകിയാൽ അതെന്താ? ശൈത്താനിയത്താണ്. കൂട്ടരെ, നിങ്ങൾ ഈ പ്രദേശത്തുള്ള ഒരു കണക്കൻ്റെ അടുത്ത്, ഇത് ഒരു കണക്ക് നോക്കുന്ന സാഹിറിന്റെ അടുത്ത് പോയി നോക്കി, അവൻ്റെ അടുത്ത് ചെന്നാലും എന്തളകും? ഓൻ്റെ അടുത്ത് ചെന്നാലും ഇളകും. ഒരു പള്ളിയിലച്ഛൻ്റെ അടുത്ത് ചെന്ന് നോക്കി, അവിടെ ചെന്നാലും എന്താവും? അളകുന്ന്. അത് ജിന്നാണ് കൂടിയതെന്നിൽ ഇനി ഈ മനുഷ്യന്മാരെ ഏക തെളിവെന്താ? ഖുർആൻ ഓതിയാൽ അത് അളകും. എന്നാ ഖുർആൻ ഓതിയ മാത്രമാണോ അളകണത്? അല്ല, അല്ലാതെയും അളകുന്നുണ്ട്. നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വന്ന് ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനിയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാൽ അങ്ങനെ ഇളകൂല്ലോ. ഞാൻ റുക്കിയ നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വന്ന് ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനിയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാൽ അങ്ങനെ ഇളകൂല്ലോ എന്ന് അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സന്റെ ഒരു ചങ്ങായി ചെയ്യുന്നുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സന്റെ ഒരു ചങ്ങായി ചെയ്യുന്നുണ്ട്. അപ്പൊ മൂപ്പർക്ക് സംശയം തോന്നിയത് ഇതാ, അത് ഉറപ്പ് മൂപ്പർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അതേ പ്രസംഗത്തിൽ തന്നെ അതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത് നിങ്ങള്? എനിക്ക് ജിന്നബാധയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ഓടി കേട്ടോളി. പിന്നെ അതിലുള്ള എന്താ അറിയോ, ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ഞാൻ ആളയച്ചു. യഥാർത്ഥത്തിൽ ഒരാൾക്ക് പിശാച് ബാധയാണെന്ന് എനിക്ക് ബോധ്യമായൊരു സന്ദർഭത്തിൽ എന്തായപ്പോ ബോധ്യമായപ്പോ മനസ്സിലായില്ലേ? അതാണ് പിന്നെ ചോദ്യകർത്താവ് ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? അപ്പൊ മൂപ്പൻ എന്ത് ചെയ്തു? നേരെ കളം ചാടി. എന്നിട്ട് പറഞ്ഞു, ഇല്ല, എനിക്കങ്ങനെ സംശയം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്.